ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചയൂണിനുള്ള കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് കുറച്ച് മട്ടൺ കിട്ടിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് കറി വെക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ സവോള ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ഇത്രയും നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പം കുറച്ച് പെരുംജീരകം നമ്മൾ അതിലേക്കിട്ട് അതിനുശേഷം നമ്മൾ സവോളയും കറിവേപ്പിലയും ലേശം ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇവ ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വഴന്നു വന്നു. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം പാലാൻ വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ ഇതിലേക്കിടാം. ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതും കൂടി ഒന്ന് വഴന്നു വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം ഇതിൻ്റെ അരപ്പിന് ആവശ്യമായ 1 സ്പൂൺ മുളക് പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് പെരുംജീരകപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി ഇവയാണ് നമ്മൾ ചേർത്തത്. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. വഴന്നു വന്ന മട്ടനിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഇത് വേകാനും ഇതിൻ്റെ ചാറിനും ആവശ്യമായ വെള്ളം നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വഴന്നു വന്ന ഇറച്ചിയിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ, നല്ല തിളച്ച വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടി നമുക്കൊരു അവിയലും കൂടി വെക്കാം. ഇതിനായി നമ്മൾ ചീര, ചക്കക്കുരു, പച്ചമാങ്ങ, ക്യാരറ്റ് ഇവയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അരപ്പ് കൂടി ചേർക്കാം. അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് വാങ്ങി വെക്കാം. നമ്മളിത് ചെറിയ മൺചട്ടിയിലാണ് വെച്ചത്. മൺപാത്രത്തിലുണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ചൂടോടെയുള്ള കുത്തരിച്ചോറ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കറികളൊക്കെ എടുക്കാം. ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത നമ്മുടെ ചീരയും ചക്കക്കുരുവും പച്ചമാങ്ങയും ക്യാരറ്റും ഒക്കെ ചേർത്ത് നമ്മുടെ അവിയൽ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ മട്ടൻ കറി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂണ് തൈര്, കുറച്ച് അച്ചാർ ഇവയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ അച്ചാർ നല്ല പഴുത്ത മാങ്ങ വെച്ച് നമ്മളുണ്ടാക്കിയ അച്ചാറാണ്. നല്ല കട്ട തൈര് 1 സ്പൂണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.